ഇതൊക്കെ ഞാൻ റീസെൻ്റായിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങളാട്ടോ. കണ്ടോ, പച്ചമുളക് ഉപ്പിലിട്ടതാട്ടോ. അത് കഴിഞ്ഞിട്ട് ചീസാണ്. ഇത് സെൻഫ് എന്ന് പറയുന്ന ഒരു ടച്ചപ്പാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ഇറച്ചിയാണ്. എന്തിറച്ചിയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിനു മുൻപേ എൻ്റെ കോളീഗ്സ് എനിക്ക് തന്നിട്ടുണ്ട് കഴിക്കാൻ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, ഈ ഇറച്ചിയിൽ കുറച്ച് പച്ചമുളകും ഉപ്പും അല്ലാതെ എരിയൊക്കെയുള്ള ഒരു ഇറച്ചിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ യോഗട്ടും. ഇടയ്ക്കൊക്കെ വിശക്കുമ്പോൾ എന്തോ കഴിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. എന്തായിരുന്നാലും കഴിക്കുമ്പോൾ ഇച്ചിരി എരിയും പുളിയൊക്കെ വേണമല്ലോ. അതിനു വേണ്ടി എൻ്റെ കൊളീഗ്സ് പരിചയപ്പെടുത്തി തന്ന കുറച്ച് സാധനങ്ങളാട്ടോ. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതൊക്കെ മേടിച്ചാലോ. അങ്ങനെ ഞാൻ പോയപ്പോൾ മേടിച്ചിട്ട് വന്ന സാധനങ്ങളാട്ടോ. വലിയ കാശൊന്നുമില്ല. അപ്പോൾ എന്നും ബട്ടറും ജാമും ബ്രെഡും ഒക്കെ കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പിടിച്ചാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാട്ടോ. എന്നിട്ട് ബ്രെഡിൽ നമ്മുടെ ആ ടച്ചപ്പൊക്കെ ഒന്ന് ടച്ച് ചെയ്ത്, അതുപോലെ തന്നെ ചീസൊക്കെ മേടിച്ച്, ഒരു പാക്കറ്റ് ചീസിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് കേട്ടോ. അതിലൊരു ലെയർ എടുത്ത് ബ്രെഡിലോട്ട് വെച്ച്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ദാണ്ട് കണ്ടില്ലേ ഈ പച്ചമുളക്, ഉപ്പിലിട്ട പച്ചമുളക് കേട്ടോ. എരിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് അതും കൂടെ എടുത്ത് അതിൻ്റെ പുറത്തോട്ടങ്ങ് വെച്ചു. പിന്നെ അതിനേക്കാളും മെയിനായിട്ടുള്ളൊരു സാധനമുണ്ട്, നമ്മുടെ ഇറച്ചി. ഇത് എന്തിറച്ചിയാണെന്നോ എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊരു 200 ഗ്രാമാണ് ഞാൻ മേടിച്ചത്. ഏകദേശം ഒരു 6 യൂറോയൊക്കെ ആയിട്ടുണ്ട്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 600 രൂപയൊക്കെ ആയി വരുന്നുണ്ട്. ഞാനൊരു 200 ഗ്രാമാണ് മേടിച്ചത്. അതും കൂടെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കോട്ടങ്ങ് വെച്ചു. അതിൻ്റെ പുറത്തൊരു ബ്രെഡും കൂടെ എടുത്ത് വെച്ചു. ഏകദേശം ഒരു 4 ബ്രെഡുണ്ട് കേട്ടോ. എന്നിട്ടൊരു കടി അങ്ങോട്ട് കടിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.